തിരുവനന്തപുരം മുതൽ തൃശൂർ വരെയുള്ള ജില്ലകളിൽ ശക്തമായ കടൽക്ഷോഭം. വീടുകളിലും റോഡിലും വെള്ളം കയറി. തിരുവനന്തപുരത്ത് തീരപ്രദേശങ്ങളിലെ വിനോദസഞ്ചാരത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസമാണ് പെട്ടെന്നുണ്ടായ കടലാക്രമണത്തിന് കാരണമെന്നും ജാഗ്രത വേണമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ ശക്തമായിട്ടുള്ള കടൽക്ഷോഭമാണ് അനുഭവപ്പെടുന്നത്. പലയിടത്തും വീടുകളിലേക്ക് വെള്ളം കയറി. മത്സ്യബന്ധന യാനങ്ങൾക്കടക്കം കേടുപാടുണ്ടായിട്ടുണ്ട്. ഉച്ച മുതലാണ് തീരത്തേക്ക് ശക്തമായ തിരയടിക്കാൻ തുടങ്ങിയത്. തിരുവനന്തപുരത്ത് പൊഴിയൂർ മുതൽ വർക്കല വരെ കടൽക്ഷോഭമുണ്ടായി. കരിങ്കുളത്തും അടിമലത്തുറയിലും വീടുകളിലേക്ക് വെള്ളം കയറി. പൊഴിയൂർ, പൂവാർ, പരുത്തിയൂർ, കൊല്ലങ്കോട്, പെരുമാതുറ, അഞ്ചുതെങ്ങ് മേഖലകളിൽ റോഡിലേക്കും വെള്ളം കയറി. പൊഴിയൂരിലെ ഓഖി പാർക്ക് കടലാക്രമണത്തിൽ തകർന്നു. കോവളം, വർക്കല ഉൾപ്പെടെ തീരദേശ വിനോദസഞ്ചാര മേഖലകളിൽ വിനോദസഞ്ചാരത്തിന് 3 ദിവസത്തെ വിലക്ക് ഏർപ്പെടുത്തി. പൊഴിയൂരും അടിമലത്തുറയിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിച്ചു. പൂന്തുറയിൽ വള്ളം മാറ്റുന്നതിനിടെ കൾസർ എന്ന മത്സ്യത്തൊഴിലാളിക്ക് തിരയടിച്ച് പരിക്കുപറ്റി. മുതലപ്പൊടിയിൽ തിരയിൽപ്പെട്ട് മറിഞ്ഞ വള്ളത്തിലെ മത്സ്യത്തൊഴിലാളികളെ രക്ഷിച്ചു. ഇതിപ്പോൾ ഇന്ന് ഒരുപാട് ഇഞ്ചിന് വള്ളങ്ങൾ പൊട്ടിയിട്ടുണ്ട്. 2 പേർക്ക് പരിക്കുണ്ട്. നമുക്ക് ഒരു സേഫ്റ്റി ഇല്ലാത്ത ഒരു നാടാണ് പൂന്തുറയിൽ. തീരത്തിൽ ഏറ്റവും കൂടുതൽ യാക്കരും ജനമുള്ള നാടാണ് പൂന്തുറ. നമുക്കൊരു ആർബർ, ഒരു പുളിമുട്ടിന്റെ ഒരു സേഫ്റ്റി ഇല്ല. ഇവിടെ നിന്ന് നമ്മൾ നേരെ തള്ളിയ നേരെ അക്കര കണ്ട. കൊല്ലം മുണ്ടക്കലിൽ നിരവധി വീടുകളിലേക്ക് വെള്ളം കയറി. തീരദേശ റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി. ആലപ്പുഴ പള്ളിത്തോട് വീടുകളിൽ വെള്ളം കയറി. പുറക്കാട്, വളഞ്ഞവഴി, ചേർത്തല, ആറാട്ടുപുഴ, തൃക്കന്നപ്പുഴ എന്നിവിടങ്ങളിൽ കടൽ പ്രക്ഷുബ്ധമാണ്. തൃശൂർ പെരിഞ്ഞനം ബീച്ചിൽ വെള്ളവും മണ്ണും കയറി മത്സ്യബന്ധന വലകൾക്ക് കേടുപാടുണ്ടായി. കയ്പമംഗലം, വഞ്ചിപ്പുര ഭാഗത്തും വേലിയേറ്റം അനുഭവപ്പെടുന്നുണ്ട്. തീരദേശത്ത് ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം നൽകി. എന്നാൽ ആശങ്ക വേണ്ടെന്നും ഇപ്പോഴുണ്ടായത് കള്ളക്കടൽ പ്രതിഭാസമെന്നും അതോറിറ്റി വിശദീകരിച്ചു. 2 ദിവസം കൂടി കടൽ പ്രക്ഷുബ്ധമായിരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം മീഡിയ 1 തിരുവനന്തപുരം.